2024 ജനുവരി മുതൽ മാള പഞ്ചായത്ത് പഴൂക്കര 5ാം വാർഡിൽ മെമ്പറില്ലാത്തതിനെ ചോദ്യം ചെയ്ത് ബിജെപി. പഴൂക്കര ജംഗ്ഷനിൽ പ്രതീകാത്മകമായി നോക്കുകുത്തി സ്ഥാപിച്ച ബിജെപി പ്രതിഷേധിച്ചു. തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ പൂരം പ്രദർശനത്തിൽ തിരക്കേറുന്നു. സന്ദർശകരെ കാത്തിരിക്കുന്നത് ഒട്ടേറെ പവലിയനുകൾ. ചാലക്കുടി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം സഞ്ചാരികൾക്കായി ഒരുങ്ങി. വനയോര കാഴ്ചകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും പ്രകൃതി ഗ്രാമത്തിലേക്കുള്ള യാത്രാനുഭൂതി നൽകും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. 2024 ജനുവരി മുതൽ മാള പഞ്ചായത്ത് പഴൂക്കര 5ാം വാർഡിൽ മെമ്പറില്ലാത്തതിനെ ചോദ്യം ചെയ്ത് ബിജെപി. സംഭവത്തിൽ ബിജെപി അഷ്ടമിച്ചിറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴൂക്കര ജംഗ്ഷനിൽ പ്രതീകാത്മകമായി നോക്കുകുത്തി സ്ഥാപിച്ച് ബിജെപി പ്രതിഷേധിച്ചു. മാള പഞ്ചായത്ത് പഴൂക്കര 5ാം വാർഡ് മെമ്പറായിരുന്ന CS ബാബു 2024 ജനുവരി മുതൽ വിദേശത്താണ്. വിദേശത്ത് പോയി 6 മാസം കഴിഞ്ഞ് രാജിക്കത്ത് കൈമാറിയിരുന്നുവെന്നും എന്നാൽ ഭരണസമിതി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ബന്ധപ്പെട്ടവർക്ക് കൈമാറിയില്ലെന്നും ബിജെപി ആരോപിച്ചു. ഒരു വർഷക്കാലമായിട്ട് ഇവിടെ നിന്നും മുങ്ങിപ്പോയിട്ടുള്ള ഈ വാർഡ് മെമ്പർ ഇന്ന് ഇവിടെ പൊന്തി എന്ന് അറിയുന്നു. ഈ വാർഡിലെ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടി സ്വന്തം സുഖ സൗകര്യങ്ങൾ നോക്കി വിദേശ രാജ്യത്തേക്ക് കടന്നു കളഞ്ഞിട്ടുള്ള ആ വാർഡ് മെമ്പർ ആഘോഷ സമയങ്ങളിൽ വാർഡിൽ പൊന്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇവിടത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും അവരെ ഇളിച്ചു കാട്ടിക്കൊണ്ട് ഇവിടത്തെ പള്ളിപ്പെരുന്നാളിന് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ആ വാർഡ് മെമ്പർക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടത്തെ വോട്ടർമാരോട് മാപ്പ് പറയണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഇങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനെ ഒരു സമരവുമായി രംഗത്ത് വരുമ്പോൾ ഇവിടുത്തെ മുഴുവൻ വോട്ടർമാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ വോട്ടർമാരിലേക്കും ഈ വിഷയം എത്തിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ കേരളത്തിലെ 30 വാർഡുകളിൽ നടന്ന ബൈ ഇലക്ഷനിൽ മാള പഞ്ചായത്തിലെ 5ാം വാർഡ് ഉൾപ്പെട്ടിട്ടില്ലെന്നും ബിജെപി ആരോപിച്ചു. ബിജെപി അഷ്ടമിച്ചിറ ഏരിയ പ്രസിഡന്റ് NP സുധീർ അധ്യക്ഷത വഹിച്ചു. ബിജെപി മാള മണ്ഡലം ജനറൽ സെക്രട്ടറി CS അനുമോദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ബിജെപി മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ്, വൈസ് പ്രസിഡന്റ് ദേവസിക്കുട്ടി, N ചങ്കൻ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ജോയ് മാതിരപ്പള്ളി, മാള ഏരിയ പ്രസിഡന്റ് അജിത് മേൽവീട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. മീഡിയ ടൈം മാള. കൊടകരയിൽ വൻ ലഹരിമരുന്നു വേട്ട. 150 ഗ്രാം MDMAയുമായി യുവതിയടക്കം 2 പേർ പിടിയിൽ. ഡാർക്ക് മർച്ചന്റ് ദീപക്, നോർത്ത് പറവൂർ സ്വദേശിനി ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. ഇരിഞ്ഞാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കൊടകര പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കൊടകര മേൽപ്പാലത്തിന് സമീപം വെച്ച് 180 ഗ്രാം MDMAയുമായി 2 പേരെ പിടികൂടിയത്. വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ ദീപക് രാജു, നോർത്ത് പറവൂർ മൂത്തക്കുന്നം സ്വദേശിനി ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ഇയാൾ ലഹരിക്കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു. ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിൽ ഒന്നാണിത്. പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ റൂറൽ DCB DYSP ഉല്ലാസ് കുമാർ, ചാലക്കുടി DYSP സുമേഷ് K എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ N പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള CR പ്രദീപ്, PP ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, ഷൈൻ TR, PM മൂസ, സൂരജ് V ദേവ്, ലിജു ഇയാനി, റെജി AU, ബിനു MJ, ബിജു CK, ഷിജോ തോമസ്, സോണി PS, ഷിൻഡോ KJ, നിഷാദ് AB എന്നിവരടങ്ങിയ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും കൊടകര ഇൻസ്പെക്ടർ ദാസ് PK, ASIമാരായ ബൈജു MS, ജ്യോതിലക്ഷ്മി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബെന്നി KP, സിവിൽ പോലീസ് ഓഫീസർ ആഷിഖ് എന്നിവരും ചേർന്നാണ് മയക്കുമരുന്നും പ്രതികളെയും പിടികൂടിയത്.
ബാംഗ്ലൂരിൽ ഇവർക്ക് രാസലഹരി കൈമാറിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തെപ്പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, കൊടകര. തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ തേക്കൻകാട് മൈതാനിയിൽ നടന്നുവരുന്ന പൂരം പ്രദർശനത്തിൽ തിരക്കേറുന്നു. തൃശൂർ പൂരം നടത്തിപ്പിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ പൂരം പ്രദർശനത്തിൽ നാട്ടുവിപണി മുതൽ അറിവും വിജ്ഞാനവും പകരുന്ന ISROയുടെ ഉൾപ്പെടെ ഒട്ടേറെ പവലിയനുകളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. തൃശൂർ പൂരാവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. മെയ് 6 നടക്കുന്ന തൃശൂർ പൂരത്തിന് 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പൂരനഗരിയിലേക്കും പൂരം പ്രദർശനത്തിലേക്കും ജനങ്ങളുടെ ഒഴുക്കാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്ത്ര കരകൗശല വസ്തുക്കളുടെ വിപണി മുതൽ വിജ്ഞാനപ്രദമായ ISROയുടെ പവലിയൻ വരെ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം കേരള പോലീസ്, കേരള വിഷൻ, ഗുരുവായൂർ ദേവസ്വം, തൃശൂർ കോർപ്പറേഷൻ, കേരള വെറ്റിനറി സർവകലാശാല, എക്സൈസ് വകുപ്പ് പവലിയനുകളും പ്രദർശനത്തിലെ ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. ഇതിൽ പോലീസ്, എക്സൈസ് പവലിയനുകൾ പ്രദർശനത്തിനെത്തുന്നവർക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സന്ദേശവും നൽകുന്നു. വിനോദവും വിജ്ഞാനവും നൽകുന്ന പ്രദർശനം ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയാണ് പ്രദർശനം കാണാൻ തൃശൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇക്കുറി 180-ലധികം സ്റ്റാളുകളും 80 പവലിയനുകളും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. റോബോട്ടിക് മൃഗപ്രദർശനവും സൂപ്പർ റിയാലിറ്റി 5D ഡോം തിയേറ്ററും പ്രദർശനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പ്രദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ എല്ലാ വൈകുന്നേരവും സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട്. ചാലക്കുടി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം സഞ്ചാരികൾക്കായി ഒരുങ്ങി. വനയോര കാഴ്ചകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും പ്രകൃതി ഗ്രാമത്തിലേക്കുള്ള യാത്രാനുഭൂതി നൽകും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ നിന്നും സുരക്ഷിതമായി പുഴയിൽ ഇറങ്ങാനും കുളിക്കാനുമാകുമെന്നതും പ്രത്യേകതയാണ്. മേലൂർ മുന്നോർപ്പിള്ളി വഴി പ്ലാന്റേഷൻ റോഡിലൂടെ യാത്ര ചെയ്ത് ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ് കടന്നാൽ പ്രകൃതി ഗ്രാമത്തിൽ എത്താം. ഇതിനു പുറമെ വെറ്റിലപ്പാറ പാലം കടന്നാലും ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് എത്താനാകും. പ്രകൃതി ഗ്രാമത്തിൽ സഞ്ചാരികൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ തുമ്പൂർ മുഴിയെയും പ്രകൃതി ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് ഏറ്റവും വലിയ ആകർഷണം. തൂക്കുപാലത്തിൽ കയറി പുഴയുടെ നടുവിൽ നിന്നാൽ വനഭംഗിയും പാറപ്പരപ്പുകളിലൂടെ ഒഴുകുന്ന പുഴയുടെ സൗന്ദര്യവും മതിവരുവോളം ആസ്വദിക്കാനാകും. പച്ച പുതച്ചു നിൽക്കുന്ന മലകളും പ്രത്യേക അനുഭൂതിയാണ് നൽകുന്നത്. പ്രകൃതി ഗ്രാമത്തിൽ ലഘുഭക്ഷണശാല, കുട്ടികളുടെ പാർക്ക്, ടോയ്ലറ്റുകൾ, ഡ്രസ്സിംഗ് റൂമുകൾ, പാർക്കിംഗ് ഏരിയ എന്നീ സൗകര്യങ്ങളും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ നിന്നും സുരക്ഷിതമായി പുഴയിലിറങ്ങാനും കുളിക്കാനുമാകും എന്നതും പ്രത്യേകതയാണ്. പാറക്കെട്ടുകൾ കടന്ന് പുഴയുടെ നടുവിലായുള്ള വിശാലമായ പാറപ്പരപ്പിൽ കാറ്റുകൊണ്ടിരിക്കാം. പ്രായമായവർക്ക് പോലും ആയാസമില്ലാതെ പുഴയിലും പാറപ്പരപ്പിലും എത്താം എന്നതും പ്രത്യേകതയാണ്. നിരവധി ആൽബങ്ങളുടെയും ചലച്ചിത്രങ്ങളുടെയും ഷൂട്ടിംഗ് പോയിന്റ് കൂടിയാണിവിടെ. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 30ഉം കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശന ഫീസ്. ഇവിടെ നിന്നും പ്ലാന്റേഷൻ റോഡിലൂടെ സഞ്ചരിച്ചാൽ കാനന ഭംഗി മതിവരുവോളം ആസ്വദിക്കാം. കാട്ടാനക്കൂട്ടങ്ങളെയും കാണാം. ഈ വഴി കുറച്ചുകൂടി സഞ്ചരിച്ചാൽ മലയാറ്റൂർ പള്ളിയുടെ അടിവാരത്തിലെത്താം. ഇവിടത്തെ മണ്ണപ്പാട്ടുചിറയിൽ കുട്ടികളുടെ പാർക്കും ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതി ഗ്രാമത്തിൽ മെയ് 1 സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. എറണാകുളം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലാണ് പ്രകൃതി ഗ്രാമം. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. അരങ്ങ് 2025 മാള മതിലകം ബ്ലോക്ക് ക്ലസ്റ്റർ എറിയാട് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ഇ.ടി. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ,
മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, മാള മതിലകം ബ്ലോക്കിലെ CDS ചെയർപേഴ്സൺമാർ TPM അജീഷ എന്നിവർ സംസാരിച്ചു. എറിയാട് CDS ചെയർപേഴ്സൺ ജമീല അബൂബക്കർ, സിറ്റി മിഷൻ മാനേജർ ഷാരിക എന്നിവർ സംസാരിച്ചു. CDS മെമ്പർമാർ, BC-മാർ, അക്കൗണ്ടന്റ്മാർ, കോസ്റ്റൽ വോളണ്ടിയർമാർ, അഗ്രി CRP-മാർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പട്ടേപ്പാടം താഷ്കന്റ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ അമ്മമാരുടെ നേതൃത്വത്തിൽ അമ്മച്ചങ്ങല സംഘടിപ്പിച്ചു. പട്ടേപ്പാടം സെന്ററിൽ നടന്ന അമ്മച്ചങ്ങല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാസലഹരി ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിന് മാത്രമല്ല അവൻ്റെ കുടുംബത്തിന്, സമൂഹത്തിന് ആകെ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണ്. തീർച്ചയായും ലഹരിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ തീർക്കേണ്ടത് ഓരോ മനുഷ്യരുടെയും ഉത്തരവാദിത്തമാണ് എന്നത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ജീവിതമാകണം ലഹരി. പ്രത്യേകിച്ച് ലൈബ്രറി ഈ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ അമ്മമാരെയും കൊച്ചു കുഞ്ഞുങ്ങളെയും സമൂഹത്തിലെ പൗരസമൂഹത്തെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനൊരു വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിന് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് CB ഷക്കീല ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശശികുമാർ ഇടപ്പുഴ, ഗാദർ പട്ടേപ്പാടം, ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വയോജന സംഗമം, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. 2014 മുതൽ ഇതുവരെ നടന്ന ആൾക്കൂട്ട കൊലകളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി സംസ്ഥാന സാഹോദര്യ പദയാത്ര സമ്മേളനം മാളയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായും നമ്മുടെ നാട്ടിൽ അതിസങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാഹോദര്യത്തിന്റെ സന്ദേശം നാട്ടിന് കൈമാറിക്കൊണ്ടാണ് ഈ പ്രയാണം മുന്നോട്ട് പോകുന്നത്. രണ്ട് സ്വഭാവത്തിലുള്ള ശത്രുക്കളെ ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലൊന്ന് വൈദേശിക ശത്രുക്കളാണ്. വിദേശ നുഴഞ്ഞുകയറ്റക്കാരെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. സംസ്ഥാന നേതാക്കളായ ജോസഫ് ജോൺ, സുരേന്ദ്രൻ കൂരിപ്പുഴ, TA മിർസാദ് റഹ്മാൻ, മണ്ഡലം പ്രസിഡന്റ് PU സിദ്ദിഖ്, ജില്ലാ പ്രസിഡന്റ് KS നിസാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് TB ശിവശങ്കരൻ, ജില്ലാ ട്രഷറർ PB ആരിഫ്, മണ്ഡലം സെക്രട്ടറി VS ജമാൽ, TB ശിവശങ്കരൻ, KM സഫറിൻ, KA സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനാന്തരം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തെരുവ് നാടകം ശ്രദ്ധേയമായി. പൊതു സെൻസസിനോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കുമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഏറെ അവ്യക്തതകൾ നിറഞ്ഞതാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. സാഹോദര്യ കേരള പദയാത്രയുടെ കയ്പമംഗലം മണ്ഡലം പദയാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിനെ കാത്തിരിക്കാതെ സംസ്ഥാന സർക്കാർ ജാതി സെൻസസ് നടത്തണമെന്നും അത് കേന്ദ്രത്തിനടക്കം മാതൃകയാവുന്ന രീതിയിലാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എറിയാട് പഞ്ചായത്തിലെ അബ്ദുള്ള റോഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പദയാത്ര എറിയാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ഷെഫ്രിൻ മുഖ്യപ്രഭാഷണം നടത്തി. CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. കാവിൽക്കടവിൽ സ്മൃതി ജാഥ സംഗമവും തുടർന്ന് വോളണ്ടിയർ മാർച്ചും ലോകമലേശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രകടനവും പണിക്കേസ് ഹാളിലെ MN രാമകൃഷ്ണൻ നഗറിൽ സമാപിച്ചു. സമ്മേളന നഗരിയിൽ മൺമറഞ്ഞ നേതാക്കളുടെ 100 സ്മൃതി പതാകകൾ ഉയർത്തി. തുടർന്ന് നടന്ന കമ്മ്യൂണിസ്റ്റ് സംഗമം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. KG ശിവാനന്ദൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, TK സുധീഷ്, KS ജയ, CC ബിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, സുമ ശിവൻ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം വരും മണിക്കൂറുകളിൽ കേരളത്തിലെ 3 ജില്ലകളിൽ കനത്ത മഴയ്ക്കാണ് സാധ്യത.
തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി 10 വയസ്സുകാരൻ തരുൺ. യോഗയിലെ ഇന്റർമീഡിയറ്റ് ആസനങ്ങളിൽപ്പെട്ട സ്കെയിൽ പോസ് എന്നറിയപ്പെടുന്ന തോലാസന 10 മിനിറ്റും 35 സെക്കൻഡും ബാലൻസ് ചെയ്തു നിന്നതാണ് തരുണിനെ അഭിമാന നേട്ടത്തിന് അർഹനാക്കിയത്. മാസ്റ്റർ മുഹമ്മദ് സുഹൈൽ വാഫിയുടെ ശിക്ഷണത്തിൽ കൂളിമുട്ടം നെടുപറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആപ്സ്കിൽ ട്രെയിനിംഗ് ഹബ്ബിൽ നിന്ന് ഷാവോലിൻ, കുംഫു മാർഷൽ ആർട്സിലും സെൽഫ് ഡിഫൻസിലും യോഗയിലും സ്കിൽ ട്രെയിനിങ്ങിലും പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന തരുൺ ആസ്ട്രിയ സ്പോർട്സ് ക്ലബ് ഓഫ് ഇന്ത്യയും ഷാവോലിൻ കുംഫു മാർഷൽ ആർട്സ് റിസർച്ച് സെന്റർ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിച്ച 8ാമത് സ്റ്റേറ്റ് ലെവൽ ഓപ്പൺ കുംഫു ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 21 വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയിരുന്നു. കളരിപ്പറമ്പ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തരുൺ. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ജനുവരി മുതൽ മാള പഞ്ചായത്ത് പഴൂക്കര 5ാം വാർഡിൽ മെമ്പറില്ലാത്തതിനെ ചോദ്യം ചെയ്ത് BJP. പഴൂക്കര ജംഗ്ഷനിൽ പ്രതീകാത്മകമായി നോക്കുകുത്തി സ്ഥാപിച്ച് BJP പ്രതിഷേധിച്ചു. തൃശൂർ പൂരത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ പൂരം പ്രദർശനത്തിൽ തിരക്കേറുന്നു. സന്ദർശകരെ കാത്തിരിക്കുന്നത് ഒട്ടേറെ പവലിയനുകൾ. ചാലക്കുടി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം സഞ്ചാരികൾക്കായി ഒരുങ്ങി. വനയോര കാഴ്ചകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും പ്രകൃതി ഗ്രാമത്തിലേക്കുള്ള യാത്രാനുഭൂതി നൽകും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.